ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവലനെയും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവലനെയും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. അധരമൃത ജലശേഖരം നയനം മദന ശിശിരാവൃതം. ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരും. പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം. ഒന്ന് പുൽകാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവലനെയും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. കളഭനദികളൊഴുകുന്നതോ കനകനിധികളുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരീ കാവ്യസംഗീതം. കന്നിത്താരുണ്യം സ്വർണ്ണത്തേൻ കിണ്ണം അതിൽ വീഴും തേൻവണ്ടു ഞാൻ നനയും തേൻവണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവലനെയും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവലനെയും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. എന്തൊരുന്മാദം എന്തൊരാവേശം. ഒന്നാകുവാൻ അഴകേ. ബദ്രി അടിപൊളി പെർഫോമൻസ് ആയിരുന്നടാ. നല്ല എനർജി, സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു, എല്ലാവരുടെ ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ അപ്പോസ് അതും കാലൊക്കെ അത് അനങ്ങിയിട്ടില്ല. നീ കട്ട് പറയുന്നവരെ അതായിരുന്നു സൂപ്പർ. എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ഈ ഡാൻസ് എനിക്ക് പഠിപ്പിച്ചെന്ന് ശൗലേട്ടാണ് നന്ദി. കുറെ നാളായിട്ട് താങ്ക് യു ശൗലേട്ടാ. ഇതെന്തായാലും ശ്യാം സാറിന് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. ഓക്കെ, ഇനി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ആരോട് ആദ്യം ചോദിക്കണ്ടേ? ശരത് സാറിനോട് ചോദിക്കട്ടെ. ശരത്തേട്ടൻ തന്നെ തുടങ്ങട്ടെ. വാദോരാതെ സംസാരിക്കും. ഞാനോ? വാചാലനാവും. ഓക്കെ, ശരത് സാർ. മക്കളെ, ഓ സാർ. ബദ്രി, ഓ സാർ. നല്ല രസമുള്ള ഒരു പാട്ട്.
എന്തൊരു ഇത് ഒരു സമയം ഇപ്പോഴും മധുരക്കിനാവ് നമ്മൾ എവിടെ പോയിട്ട് പാടിയാലും ഡാൻസ് കളിക്കും. അത് ആളുകൾ മുഴുവൻ ജനഹൃദയങ്ങളിൽ എന്താ പറയണ്ട അതിനകത്ത് കയറിയിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു എന്തൊരു ഹിറ്റ്. സാറിനൊക്കെ അത് സന്തോഷം. അത് സാർ എൻ്റെ അടുത്ത് അപ്പടിയാ സാറിന് ഇതിനെപ്പറ്റി ഒരു എത്തുംപിടി ഇല്ല. പക്ഷെ കുറേ സന്തോഷം മക്കളത് പാടിയതിൽ. പിന്നെ മോനെ എനിക്ക് നിന്നെ കാണുമ്പോൾ ആദ്യം തോന്നുന്നത് എടുത്തോണ്ട് പോയി പണയം വെക്കാൻ. ഫുള്ള് സ്വർണം ആണോ? ഓ ഫാന്റാസ്റ്റിക് മക്കളെ. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ രസിച്ച ഒരു കാര്യം ഇത് നീയും അത് പെട്ടെന്ന് ഈ ഡാൻസ് എല്ലാം കളിച്ചോണ്ടേ അത് കുറച്ച് തുടങ്ങിയില്ലല്ലോ. ഫസ്റ്റ് പല്ലവിയല്ലേ ആദ്യം സ്റ്റെപ്സ് ഒക്കെ ആ തേൾ വണ്ടെന്ന് കേട്ടപ്പോ ഞാൻ ആദ്യമായിട്ടാ അങ്ങനെ ഒരു വണ്ടിനെ പൊടിച്ച് കേട്ടു. മോനെ ഈ ചായ അനുപല്ലയും ചേട്ടൻ അനൂഫേ ഒന്ന് ഞെക്കടാ മോനെ. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാറാ. ഒന്ന് പാടാമോ? കാലഭേദമെഴുതിയൊരേ മോനെ അവസാനം ഈ എഴുതിയൊരു എന്നേ കേൾക്കുന്നുള്ളൂ. അതിനൊരു ക്ലാരിറ്റി ഇല്ല. കാലഭേദമെഴുതിയൊരേ നിനക്ക് അതിന്റെ തോന്നുന്നില്ല അത്. അത് ശരിയായിക്കൊള്ള. കാലഭേദമെഴുതിയൊരേ. അത് മോനെ ഈ ക്ഷീണമൊക്കെ കൊണ്ടിട്ട് അത് ഒരു നീ അത് പാട്. അത്രേ ഉള്ളൂ, സിമ്പിൾ. മക്കളെ ഇത് ആരായി എഴുതിയത്? ബിച്ചു തിരുമല സാർ. കുറേ പാട്ട് ചെയ്തിട്ടുണ്ട്. ശ്യാം സാർ ഏറ്റവും കൂടുതൽ പാട്ട് എനിക്ക് തോന്നുന്നു ചുനക്കര സാറാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കാര്യം നമ്മളൊക്കെ റേഡിയോ കേട്ടിട്ടുള്ള രചന ചുനക്കര, സംഗീതം ശ്യാം എന്നാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. അതിന് ബിച്ചു ചേട്ടനും കുറേ എഴുതിയിട്ടുണ്ട്. കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ അദ്ദേഹമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് ശ്യാം സാറിനെ അറിയാവും, എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് തോന്നിയാൽ പറഞ്ഞു എന്നുണ്ട്. പക്ഷേ മക്കളെ ഇത് നല്ല എന്താ പറയേണ്ട ഒരു ഗുമ്പുള്ള പാട്ട്. മക്കൾ നന്നായിട്ട് തന്നെ പാടി. എന്നിട്ട് ഡാൻസ് അതൊക്കെ കിടിലമായിരുന്നടാ. അത് പറയാതിരിക്കാൻ വയ്യ. കേട്ടോ ഇത്രയൊക്കെ ചെയ്തല്ലോ. അത്രേ ഉള്ളടാ. എന്തൊക്കെയാലും കുറേ സന്തോഷം. സാറിനും ഇഷ്ടപ്പെടുമോ പാടിയത്. ഓൾ ദി ബെസ്റ്റ്. ബദ്രി ഭയങ്കര കളർഫുൾ ആയിരുന്നടാ. അതെ മൊത്തത്തിൽ അതെ അതെ ഒറ്റ കളറേ ഉണ്ടായിരുന്നുള്ളൂ, സ്വർണം. അതെ ഫ്രണ്ടില് സ്വർണം, പുറകില് സ്റ്റാറുകള്, സ്വർണം, അങ്ങനെ മൊത്തം ഒരു ഭയങ്കര സംഭവം ബഹുലമായിരുന്നു. ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു ടൈംലെസ് കമ്പോസിഷൻ. അത് ഇനി ഒരു 10-20 വർഷം കഴിഞ്ഞാലും ഈ പാട്ട് ഇതുപോലെ തന്നെ നിൽക്കും. അതിന് നന്നായിട്ട് പാടിയടാ. ഈ പറഞ്ഞ ശ്രുതി കുറെ ഭാഗങ്ങളിൽ അത് ഒന്നാമത് ഇത്രയും ആക്ടിവിറ്റീസ് നടക്കല്ലേ. അപ്പം കുറച്ച് ആ ആക്ടിവിറ്റീസ് ഒന്ന് കൺട്രോൾ ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ട്രാക്കിൽ വീണേനെ. കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ ഒന്ന് സ്ലിപ്പായി പോയിട്ട് കണ്ടു. ബാക്കി ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഡാൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ പോസ് ഉണ്ടല്ലോ, അത് പോസ് അടിപൊളിയായിരുന്നു. മോനെ ഇനി കിടന്നൊക്കെ ഉറങ്ങുമ്പോ ഇങ്ങനെ ഉറങ്ങിയാൽ മതി. അതെ കട്ടിലൊക്കെ കോച്ച് പിടിച്ച് കിടക്കുന്നു. പക്ഷെ നല്ല രസമുണ്ട്. അതൊക്കെ കൊള്ളാം. നീ ചാടിയത് മാത്രമേ നമുക്കൊരു അത് നീ പാട്ട് കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ഒരു വിഷമമുള്ളത്. അത്രേ ഉള്ളൂ. അതെ പാട്ടിനെ സേവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ബദ്രി അമേസിംഗ് പെർഫോമൻസ് ആണ്. ബിക്കോസ് ഈ പാട്ടിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡും പിന്നെ ഈ ഡാൻസ് ഒക്കെ പഠിക്കണം, ഈ പാട്ടിന്റെ ഇടയിൽ ഡാൻസ് കളിക്കണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അത് മോൻ ഏറ്റെടുത്തു, അത് ഫലിപ്പിക്കാൻ ട്രൈ ചെയ്തു. യു ആർ ലൈക്ക് എ ബോൺ പെർഫോമർ. യു സ്റ്റേജിൽ വളരെ കാഷ്വൽ ആണ്, വളരെ കോൺഫിഡൻ്റ് ആണ്. ഇവിടെ പോയി അവിടെ പോയി ഇവിടെ വന്നു, പിന്നെ എന്തൊക്കെയോ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചു. അത് ദാറ്റ്സ് റിയലി ലോട്ട് ഓഫ് എഫേർട്ട്. ഓക്കെ, അത് ചെറിയ കാര്യമല്ല. പക്ഷെ ഷാൻ അവർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ശ്രുതിന്റെ കാര്യം എപ്പോഴും നമുക്ക് നോട്ട് ചെയ്യണം അല്ലേ. അത് അത് കൈവിട്ട് പോകുന്നു ചിലപ്പോൾ, ബിക്കോസ് ബ്രെത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പോസ്റ്റർ വെച്ചിട്ട് പെട്ടെന്ന് ഒരു നോട്ട് പിടിക്കുമ്പം അത് കറക്റ്റായിട്ട് വീഴുന്നില്ല. അപ്പോൾ അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പാടണമെങ്കിൽ അതിനു വേണ്ടി പ്രാക്ടീസ് ഡാൻസ് ചെയ്തുകൊണ്ട് പാടി നോക്കണം.
ചിലപ്പോൾ ഈ എന്താ പറയുക ട്രെഡ്മില്ലോ അല്ലെങ്കിൽ അതും ചെയ്യുമ്പോൾ പാട്ട് വരുന്നുണ്ടോയെന്ന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, ബിക്കോസ് ബ്രെത്ത് കിട്ടുന്നില്ല അല്ലേ. സോ അതിൻ്റെ ഒരു പ്രാക്ടീസ് സെപ്പറേറ്റ് ആണ്. അത് ഒരു പെർഫോം ചെയ്തുകൊണ്ട് പാടണമെങ്കിൽ അത് വേറെ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് സ്കില്ലാണത്. പക്ഷെ മോൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ചിലപ്പോൾ ഈ പാട്ട് തുടങ്ങുന്ന ഒരു 8 bars മുൻപ് ഒന്ന് സെറ്റിൽ ആവണം. അപ്പൊ തന്നെ നമുക്ക് ഒരു ശ്വാസം പെട്ടെന്ന് പിടിക്കാം. സോ ഒരു 8 bars മുമ്പ് എല്ലാം ചെയ്യാം. പക്ഷെ പാട്ട് തുടങ്ങുന്ന 8 bars മുമ്പ് ഒന്ന് അങ്ങനെ റിലാക്സ് ആയിട്ട് ശ്വാസം എടുത്തിട്ട് പിന്നെ ചരണമനുപല്ലവി പാടണം. അങ്ങനെ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്ര ഒരു പ്രശ്നം വരുന്നില്ല ശ്രുതിൻ്റെ. ഓക്കെ, ബിക്കോസ് പാട്ടിൽ കുറേ സ്ഥലത്തിൽ ഐ ഫെൽറ്റ് ദാറ്റ് അങ്ങനെ കറക്റ്റായിട്ട് സംഗതികൾ കിട്ടില്ല, ലാൻഡിങ് നോട്ട് കറക്റ്റ് ഇല്ല. പക്ഷേ യുവർ എഫേർട്ട് വാസ് അമേസിങ്. It's a brilliant and you're a born performer. Maybe അതാണ് നിന്റെ സ്ട്രെങ്ത് ആയിരിക്കും ചിലപ്പോൾ. ദാറ്റ് മൈറ്റ് ബി വൺ ഓഫ് യുവർ മേജർ സ്ട്രെങ്ത്സ്. സോ വർക്ക് ഓൺ ദാറ്റ്. പക്ഷെ അതിൻ്റെ കൂടി ഈ പാട്ട് എങ്ങനെ ഒന്ന് ശ്രുതി പോവാതെ പാടാം അതും ഒന്ന് ശ്രമിക്കണം. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ ബദ്രി, ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ 8.6 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക സെയിം 8.6. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഓക്കെ, സോ ടോട്ടൽ 17.2. വേഗം പോക്കോ, അല്ലെങ്കിൽ ശരത് സാർ എടുത്ത് പണയം വെക്കും.